ഓല അങ്ങനെ AI ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേര് ഓല സോളോ എന്നാണ്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ഇല്ല കാർ പോലെ ഈ സ്കൂട്ടറുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്കൂട്ടർ നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കും. ഒന്നാമത്തെ കേസ്, നമ്മുടെ റോഡുകളിൽ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആവുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം. കാറുകളിലെ അഡാസ് ഫീച്ചർ പോലും ഇന്ത്യയിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കാലഘട്ടത്തിലാണ്. 22 ഭാഷകളിൽ ആശയവിനിമയം നടത്താവുന്ന AI സാങ്കേതികവിദ്യ ഇതിനകത്തുണ്ട്. ഓല സോളോയുടെ പ്രത്യേകതകളിൽ ഒന്ന്, എനിക്ക് തോന്നുന്നില്ല ഇത് ഇന്ത്യൻ റോഡുകളിൽ വർക്കൗട്ട് ആവുമെന്ന്. പിന്നെ എടുക്കുന്ന ആൾക്ക് ഇതൊരു കുരിശാവാനേ സാധ്യതയുള്ളൂ. നിലവിലുള്ള S1ഉം S1 Proയും ഒരു പാരയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു മോഡലുമായിട്ട് ഓല വരാൻ പോകുന്നത്. ഓല സോളോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ആണ്. നിങ്ങൾ മാക്സിമം ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇത് മാർക്കറ്റ് ലോഡിൽ ലോഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിനും സർവീസ് സെന്ററിലും പണി തരുന്ന യന്ത്രമായി ഇത് മാറും. നിങ്ങൾ മാക്സിമം ടെസ്റ്റ് ചെയ്തതിനു ശേഷം പുറത്തോട്ട് ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് എടുക്കുന്ന കസ്റ്റമറെയും കൊണ്ട് ഗതി കിട്ടാതെ അലയുന്ന പ്രേതത്തെ പോലെ ഇത് തോന്നിയ പോലെ സഞ്ചരിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായ പരാതികൾ കണക്കിലെടുത്ത് ഓല കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കേന്ദ്ര ഉപഭോക്തൃ സുരക്ഷാ അതോറിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലായതുകൊണ്ടാണ് ഇത്രയും കാലം ഈ കമ്പനി പിടിച്ചു നിന്നത്. വിദേശത്തായിരുന്നെങ്കിൽ ഈ ബ്രാൻഡിന്റെ ഷട്ടർ എപ്പോഴേ വീഴേണ്ടതാണെന്നറിയൂ. എന്തായാലും ഇപ്പോഴെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ തോന്നിയല്ലോ.